तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामह्यं ददाति स्वपदान्तिकं। वन्देकं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सकलगदाधारितं तं सजीवं साद्वैतं सावधूतं वन्दे चैतन्यकृष्णचैतन्यदेवं श्रीराधाकृष्णपाद सकलगदास्मै सदानिवास। ओम विश्वपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशसारिणे। नमो विश्वपादाय कृष्णपृष्ठाय भूतले श्रीमते भक्ति सिद्धांत सरस्वती नामिने श्रीवासवाने वेदे वेदराय कृपाभये कृष्ण संबंध विज्ञानदायिने प्रभवे नमः। माधुर्योज्वल प्रेमादि श्रीरूपानक भक्तिद श्रीगौरकरुणाशक्ति विग्रहाय नमोस्तुते। नमस्ते गौरवाणी श्रीमूर्ते दीनतारिणे रूपानुग वृद्धाप सिद्धांत द्वंद्वहारिणे। नमो गौरकिशोराय साक्षात् वैराग्यमूर्ते विप्रलंबर सांबोधे पदांकुजाय नमः। नमो भक्तिविनोदाय सच्चिदानंद नामिने गौरशक्ति स्वरूपाय रूपानुगवराय ते गौरविर्भाव भूमिस्तुं निर्देष्ट सज्जन प्रिय वैष्णव सार्वभौम श्री जगन्नाथाय ते नमः। वाचाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो महावदन्याय कृष्णप्रेमप्रदाय जय कृष्णाय कृष्णचैतन्यनाम्ने गरुतुषे नमः। वज्रतत्त्वमगं कृष्णं भक्तिरूपं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगं। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते। जय राम सिंह रघुपंडोर्मम मन्दमदेर्पदे मत्सर्वस्वपदाम्बुज राधामति नमोऽहं। दिव्याद्वृन्दारण्य कल्पद्रुमाद श्रीमद् रत्नाकर सिंहासनस्थौ श्रीमद् राधा श्री रघुविन्ददेव कृष्णलिपिसेव्यमानं स्मरामि। श्रीमादासरसारंति वंशी वडपलक्षित कृष्णवेणुसुनिर्गोपिर्गोपिनाथ श्रीस्तुना तप्तकाञ्चन गौरांगी राधे वृंदावनेश्वरी कृष्णमानसुदे देवी नमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे। വർഷത്തെ സ്മരിക്കുന്ന ആള് മംഗളാചരണം അത് ചെയ്യുമ്പോഴാണ് എല്ലാം മംഗളകരമായിട്ട് വരുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ മംഗളാചരണം ചെയ്യുന്നത്. നമ്മുടെ പൂജ ജപം എല്ലാം ചെയ്യാൻ വേണ്ടി അത്രയും ശ്രേഷ്ഠം. ഒരു ദിവസം തുടങ്ങുമ്പോൾ മംഗളാചരണം വെച്ച് തുടങ്ങും. അതേപോലെ നമ്മൾ ക്ലാസ്സിൽ മുമ്പ് ഒരു മംഗളാചരണം വെച്ച് തുടങ്ങുന്നത് അത്രയും ശ്രദ്ധ. ഹരേ കൃഷ്ണ. ഒരുപാട് നീക്കവശവും പറയുന്നില്ല. ഒന്നാമത് ശബ്ദമില്ല. മാത്രമല്ല അത് കീർത്തൻ ടീം വെച്ചിട്ടാണ്. രണ്ടാമതിരിക്കുന്നത് വെച്ചപ്പോൾ അവർ ഗംഭീര കീർത്തനം അടിച്ചിട്ട് നമ്മളെ കൊണ്ടുള്ള അറിയിപ്പിച്ചു. ഇത് നിത്യാനന്ദ ത്രയോദശിയാണ്. അപ്പൊ നമുക്ക് നിത്യാനന്ദ പ്രഭു ചൈതന്യമാപ്രഭു നമ്മളോട് എന്താ പറഞ്ഞത്? സംഗീതം അതിനാണ് പോയി ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ നന്നായിക്കോട്ടെ. ഞാൻ നമുക്ക് വളരെ ചുരുങ്ങി കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ട്. കേരളം ചെയ്യാൻ ഇടയിൽ ഞാൻ തരാം. നിത്യാനന്ദ പ്രഭു ഭഗവാന്റെ കലിയുഗത്തിലെ അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. ഭഗവാൻ പഞ്ചതത്വമായിട്ടാണ് വന്നത്. അതായത് ചൈതന്യ മഹാപ്രഭുവായിട്ട് കൃഷ്ണൻ വരുമ്പോൾ ബലറാമാരായിട്ട് വരുന്നു. നിത്യാനന്ദ പ്രഭുവായിട്ട് വരുന്നു. അപ്പോൾ ഭഗവാൻ എപ്പോൾ അവതരിക്കുമ്പോഴും ബലറാമാണ് ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണം. ഭഗവാന്റെ ആദ്യത്തെ എക്സ്പാൻഷൻ, ആദ്യത്തെ വിസ്തരണം ബലറാമാണ്. പിന്നെ ബലറാമിൽ നിന്നാണ് ബാക്കി എല്ലാം വരുന്നത്. ചതുർഭുജങ്ങളും ബാക്കി വിഷ്ണുമാരും ബാക്കി അവതാരങ്ങളെല്ലാം സോഴ്സ് വരുന്നുണ്ട് ബലറാമാണ്. ശ്രീലപ്രഭുത് എപ്പോഴും എടുത്തു പറയാറുണ്ട് ബലദേവ എന്ന്. ബലതത്വം ഗുരുതത്വമാണ്. ആ ബലം എന്ന് പറയുന്നത് ആത്മീയ ബലമാണ്. ശാരീരികമായ ബലം മാത്രമല്ല, ഇത് ആത്മീയ ബലമാണ്. അത് ബലറാമാണ് ഒറിജിനൽ സ്പിരിച്വൽ മാസ്റ്റർ. നിത്യാനന്ദ പ്രഭു ബലറാം തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിരാജ് ഇതിന് ചൈതന്യചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. ഏകൈ സ്വരൂപധോനെ ഭിന്ന മാത്രക്കായ ഏകൈ സ്വരൂപധോനെ
ഭിന്നമാത്ര കായ, ശരീരം മാത്രമാണ്, രൂപം മാത്രമാണ് വ്യത്യാസം, ഒരേ സ്വരൂപമാണ്. ആദ്യകായ വ്യൂഹ കൃഷ്ണലീല സഹായ. കൃഷ്ണനും ബലറാമനും ഒരേ പേഴ്സണാലിറ്റിയാണ്, സെയിം വ്യക്തിത്വമാണ്. അതേപോലെയാണ് ഗൗരാംഗനും നിത്യാനന്ദനും സെയിം ആണ്. എന്തിനാ വ്യത്യാസമുള്ളൂ? ഫോമിൽ മാത്രം, രൂപത്തിൽ ചെയ്യുന്ന ഒരു പാസ്റ്റൻസിൽ മാത്രം. ആ മൂഡാണ്. കൃഷ്ണ ഇസ് ഇൻ ദ ഫോം ഓഫ്, ഇൻ ദ മൂഡ് ഓഫ് ടേക്കിംഗ് സർവീസ്, അക്സെപ്റ്റിംഗ് സർവീസ്. സേവ സ്വീകരിക്കുന്ന ഭാവത്തിലാണ് കൃഷ്ണൻ, അത് നൽകുന്ന ഭാവത്തിലാണ് ബലറാമൻ. അതേപോലെ ഗൗരാംഗൻ ഏത് രൂപത്തിലാണ് ഭഗവാനായിട്ട് വരുന്നെങ്കിൽ അത് ഗുരുവായിട്ടാണ് നിത്യാനന്ദ പ്രഭു. അതിൽ നിത്യാനന്ദ പ്രഭു ആരൊക്കെയായിട്ട് കൃഷ്ണനായിട്ട് വരുമ്പോൾ നിത്യാനന്ദ പ്രഭു ആരായിട്ടുണ്ടാവും? ബലറാമായിട്ടുണ്ടാവും. രാമനായിട്ട് വരുമ്പോൾ ലക്ഷ്മണനായിട്ട് വരും. അതേപോലെ വിഷ്ണുവായിരിക്കുന്ന, വിഷ്ണു രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് അനന്തശേഷനായിട്ട് വരും. ഇങ്ങനെ ഓരോ ഭാഗത്തും വരുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ തന്നെ സെയിമാണ്. ഇതേ കൃഷ്ണൻ വെള്ളം ഏതുപോലെ ഒന്നും പറയുന്നത്, അതേപോലെയാണ് കൃഷ്ണനും രാധയും ഒരേ തത്വമാണ്. ഒരേ തത്വം, ഏകമായ തത്വം രണ്ട് രൂപമാകുന്നതാണ്. ഒരേ ജ്യോതി രണ്ടായി ഭവിക്കുന്നതാണ് കൃഷ്ണനും രാധാറാണിയും. രാധാറാണിയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് കൃഷ്ണനിലേക്ക് പറയുന്നത്? എൻ്റെ തന്നെ പുരുഷ പ്രകൃതിയാണ്, പലേ പുരുഷന്മാർ. ഇതാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ രാധാറാണിയായിട്ട് വരുമ്പോഴോ, അപ്പൊ കൃഷ്ണൻ രാധാറാണിയായിട്ട് നിൽക്കുമ്പോഴും അവിടെ ബാക്കിയെല്ലാം ഏറ്റവും ടോപ്പ് ഓഫ് സർവീസ് ബലറാമനാണ്. അപ്പൊ രാധാറാണി എന്ന ഭാഗത്തിരിക്കുമ്പോൾ കൃഷ്ണൻ രാധാറാണിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ കണ്ടിക്കൂടെ? അവിടെ എങ്ങനെയാണ് നിത്യാനന്ദ പ്രഭു ഇരിക്കുന്നത്? എന്തിനൊക്കെ രാഷ്ട്രം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, എൻ്റെ കിട്ടിയിട്ടുണ്ടാവും. രാധാറാണിയായിട്ട് ഇരിക്കുമ്പോൾ ഭഗവാനോട് കൂടി ബലറാമൻ എങ്ങനെ ഇരിക്കുന്നുവോ, രാമനോട് കൂടി ലക്ഷ്മണനായിട്ട് എങ്ങനെ ഇരിക്കുന്നുവോ, രാധാറാണിയോട് കൂടി ഈ തത്വം എങ്ങനെയാണ് ഇരിക്കുന്നത്? അത് ഞാൻ ആദ്യം തന്നെ പറയുക, അവസാനിക്ക് പറഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ ഞാൻ നേരെ വൈകരണം, അവസാനിക്ക് വിട്ടുപോകേണ്ട കാര്യം. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ നോക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ഒരു സെക്ഷൻ വെക്കാം, എക്സ്ക്ലൂസീവ് ഗൗഡീയ വൈഷ്ണവ ജെംസ്. ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ചില മുത്തുകൾ, മൂല്യമായ മുത്തുകൾ, ജെംസ് ഡെഫിനറ്റ്ലി. അങ്ങനെ ആചാര്യങ്ങളിൽ കിട്ടുന്ന ഒരു കാര്യമാണ്, അത് വേറെവിടെയും കേൾക്കാൻ കഴിയില്ല. അപ്പോൾ അത് ആദ്യമായിട്ട് പറയാൻ. അപ്പോൾ അത് അനഘമഞ്ചരി, രാധാറാണിന്റെ സംബന്ധിച്ചിട്ടുള്ള അനഘമഞ്ചരിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവിടെ നിൽക്കാനുള്ള പോകുന്നത് ഞാൻ ബലറാം തന്നെയാണ് അവിടെ അനഘമഞ്ചരിയായിട്ട് വരുന്നത്, രാധാറാണിയോട് കൂടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ മാത്രമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രഭു ആദ്യത്തിൽ വരുന്നത് ആദ്യത്തെ അഭിഷേകമാണോ? ഗൗഡാംഗത്തേക്ക് കാര്യം പോകും. എന്തെങ്കിലും മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നോ? അഭിഷേകം ചെയ്യാൻ പറ്റും, പാടുന്നുണ്ടോ, യോഗ്യതയുണ്ടോ, എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു മനസ്സിൽ? സംശയമില്ല. ചെയ്തിട്ടുണ്ടോ ഒരു അഭിഷേകം? ഇസ്കോൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത്? അല്ല, ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. ഗൗരവത്തേക്ക് അഭിഷേകം ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ കാര്യം. ഗൗരവത്തേക്ക് അഭിഷേകം ചെയ്യാൻ പറ്റുന്നത് ഗൗരവത്തിൻ്റെ ഏത് സർവീസ്. കാരണം ഗൗരവത്തായി ഒരിക്കലും വേണ്ടി എടുക്കുന്നില്ല, അപരാധം എടുക്കുന്നില്ല, വളരെ സൗകര്യമാണ്. ബാക്കി ഏറ്റവും നമുക്ക് ഒരു പക്ഷേ ഉണ്ടാവാണ്, നമുക്കറിയാൻ കഴിഞ്ഞാൽ തെറ്റുന്നല്ല, പക്ഷേ അപരാധങ്ങൾ സംബന്ധിച്ചില്ല സേവയിൽ അപരാധങ്ങൾ ഉണ്ടാവും. പക്ഷെ ഗൗരവത്തെ സേവയിൽ അപരാധം എടുക്കില്ല. രാധാകൃഷ്ണൻ എടുക്കുമ്പോൾ പോലും നമുക്ക് എന്ത് ചെയ്യും? സേവയിൽ അപരാധങ്ങൾ വരാം, സേവാപരാധം നമ്മളിലേക്ക് വരും. പക്ഷെ ഗൗരാനിതയിൽ ഒരിക്കലും അപരാധമാണ്. ജഗന്നാഥ രൂപത്തിൻ്റെ അപരാധമില്ല. രൂപത്തിലാണെങ്കിലും സേവയിലാണെങ്കിലും നാമത്തിലാണെങ്കിലും ഒന്നിനും എന്തില്ല, അപരാധങ്ങൾ അവർ കാണുന്നില്ല. അതാണ് ഗൗരാനിതയുടെ പ്രത്യേകത. നിത്യാനന്ദ പ്രഭുവിനെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഒന്നുണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കീർത്തനത്തിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ നിത്യാനന്ദ പ്രഭു അവതരിച്ച ഇത് എപ്പോഴാണ്? 1474, 15-ാം നൂറ്റാണ്ട്. എത്രയായി ഇപ്പോൾ? 550 വർഷം ആയിട്ടേ ഉള്ളൂ. 550 വർഷം. 1474 ബംഗാളിലെ ബിർഭൂം എന്ന സ്ഥലത്ത്, ബിർഭൂം എന്ന പ്രദേശത്തിൽ ഏകചക്ര എന്ന ഗ്രാമത്തിൽ, ഏകചക്രധാം എന്ന് വിളിക്കും, പുണ്യസ്ഥലം. ഏകചക്രധാമിലാണ് നിത്യാനന്ദ പ്രഭു അവതരിക്കുന്നത്. ഈ സ്ഥലത്തിന് ഏകചക്രം എന്ന പേര് വന്നതൊരു കഥയുണ്ട്, ഊഹിക്കാമോ? എങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഏകചക്രം എന്ന പേര്, ഏകചക്ര എന്ന പേര് വന്നത്? ദർശനങ്ങളെ വേറെ ചക്രം. അത് ഭഗവാൻ ഭീഷ്മദേവനെ എന്ത് ചെയ്തു?
താൻ ആയുധം എടുക്കില്ലാത്ത പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് മക്കളുടെ അർജുനനെ രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്തു? ഭീഷ്മർ അർജുനെ തടഞ്ഞു നിൽക്കുകയാണ്, ഒരു രക്ഷയുമില്ല എന്ന് കാണുമ്പോൾ ഭക്തന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമ്പോൾ രണ്ട് ഭക്തന്മാർക്ക് വേണ്ടിയാണ്. ഒന്ന് ഭീഷ്മർ സ്വയം ഭഗവാനായിട്ട് വീര്യരസത്തിലാണ്, അപ്പം അങ്ങനെ റെസിപ്രിക്കേറ്റ് ചെയ്യണം. ഒപ്പം അർജുനനെ സംരക്ഷിക്കുന്നുണ്ട്. ഇത് രണ്ടും വിടുമ്പോൾ തൻ്റെ മാന അപമാനത്തൊന്നും ഭഗവാൻ പ്രശ്നമില്ല. അപ്പോൾ ഭഗവാൻ തൻ്റെ പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് ചക്രം എടുത്തുകൊണ്ട് പാഞ്ഞെടുക്കുക. ഒരു സിംഹത്തെ പോയി ഭഗവാന്റെ മേലത്തെ വസ്ത്രമൊക്കെ ഊരിപ്പോയി താഴ്ന്നിട്ട് പോയി ഭഗവാന്റെ സിംഹത്തെ പോലെ കളിച്ചുകൊണ്ട് രഥത്തിൻ്റെ ചക്രവും കൊണ്ട് പാഞ്ഞെടുക്കുക. അപ്പോൾ ഭഗവാൻ വരുമ്പോൾ ഭീഷ്മര എല്ലാ രാമൻ എല്ലാ ആയുധങ്ങളോട് ഉപേക്ഷിച്ച് കൃഷ്ണനെ സ്തുതിക്കണം. അർജുനനും വന്ന് കാര്യം പിടിച്ചത് പോലെ ചെയ്തു. അങ്ങനെ ശാന്തനായി കഴിയുമ്പോൾ കൃഷ്ണൻ ഈ ഇതൊക്കെ ഉപേക്ഷിക്കും. ആ ചക്രം മുന്നിൽ എറിയും. അത് പറന്നിട്ട് അവിടെ നിന്ന് എവിടെ നിന്ന് കുരുക്ഷേത്രത്തിൽ പറന്ന് വന്ന് ഏകചക്രത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഏകചക്രം നെയ്യ സ്ഥലത്താണ് കുരുക്ഷേത്രം. ഇപ്പോൾ കിടക്കുന്ന അഫ്ഗാനിസ്ഥാനൊക്കെ കണ്ടാണ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ട് ഈ ബംഗാളിൽ കിടക്കുന്ന ഏകചക്രമാണ് കൊടുത്തത്. ആ സ്ഥലമാണ് ഏകചക്രമാണ്. അപ്പം ഈ ഏകചക്രത്തിലാണ് നിത്യാനന്ദ പ്രഭു അവതരിക്കുന്നത്. കൊണ്ട് മാഘമാസം 1974 മാഘമാസം ജനുവരി ഫെബ്രുവരിയിലാണത് വരിക. ശുക്ലപക്ഷത്തിലുള്ള ത്രയോദശി തിഥിയിലാണ് നിത്യാനന്ദ പ്രഭു അവതരിക്കുന്നത്. അച്ഛനമ്മമാരുടെ പേര്, അച്ഛൻ്റെ പേര് ശ്രീ ഹഡായ് ഓച്ച, അമ്മയുടെ പേര് ശ്രീമതി പത്മാവതി ദേവി. ഈ ഹഡായ് ഓച്ച ആരുടെ അവതാരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആളുകളുടെ പൊട്ടൻസീസ്. നേരത്തെയുള്ള രണ്ട് പേരുടെ മിശ്രിതമായിട്ടുള്ള പൊട്ടൻസീസ്. ഒന്ന് വസുദേവരുടെ, ഒന്ന് ദശരഥൻ്റെ. വസുദേവരുടെയും ദശരഥൻ്റെയും മിശ്രിതമായിട്ടുള്ള അവതാരമാണ് ആ പൊട്ടൻസീസ്. അവരുടെ പൊട്ടൻസീസിന് മിശ്രിതമായിട്ടുള്ള അവതാരമാണ് ശ്രീ ഹഡായ് ഓച്ച. രണ്ടാമത് പത്മാവതി ദേവിയാണെങ്കിൽ രോഹിണി ദേവിയുടെയും അതേപോലെ സുമിത്രാദേവിയുടെയും, ലക്ഷ്മണ രാമേന്ദ്രൻ സുമിത്രാദേവിയുടെയും സമ്മിശ്രമായ അവതാരം. അതിൽ ഇതേപോലെ തന്നെ ശ്രീ വൃന്ദാവൻദാസ് താക്കൂർ അദ്ദേഹത്തിൻ്റെ ഭജനിൽ പറഞ്ഞൊരു വരിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ആരെ ഭായ് നിത്തായി അമാര ദയാര അവധി ജീവേര കരുണാകരി ദേശ ഫിരി പ്രേമധന നിരവധി. അതായത് നമ്മൾ ഭഗവാന്റെ കാരുണ്യത്തെ പറ്റി എപ്പോഴും പറയും അഹൈതുക കാരുണ്യം, കോസ്റ്റ്ലെസ് മേഴ്സി. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അതിന് കാരണവുമില്ല, അതുപോലെ ലിമിറ്റുണ്ടോ ഭഗവാന്റെ മേഴ്സിക്ക്? ഭഗവാന്റെ മേഴ്സിക്ക് ലിമിറ്റുണ്ടോ? ഒരു അളവുണ്ടോ? അറ്റമുണ്ടോ? ഇല്ല. എന്നാൽ ആ ലിമിറ്റ്ലെസ് മേഴ്സി, ആ കോസ്റ്റ്ലെസ് മേഴ്സിക്ക് ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റാണ് നിത്യാനന്ദം. അതാണ് ശ്രീനഗരം ദസ്താക്കുറ അബ്ബദിന് പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകളൊക്കെ ദയാര അവധി എന്ന വാക്ക് കേട്ടുകൊണ്ട് ദയാര അവധി, അതായത് അതാണ് അറ്റം. കോസ്റ്റ്ലെസ് മേഴ്സിന്റെ അറ്റമല്ല, നിത്യാനന്ദ അവധിക്ക് പോകാൻ നിത്യാനന്ദ പ്രഭുവിനൊക്കെ മേഴ്സി കാരുണ്യം വരാനില്ല. ഇതാണ് നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. നിത്യാനന്ദ പ്രഭു ബാല്യലീലകളിൽ നിത്യാനന്ദ പ്രഭു ഇപ്പോൾ എപ്പോഴാണ്, എത്ര വർഷം മുന്നേ വരുന്നത്? ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് 12 വർഷം മുന്നെയാണ് അവതരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 12 വർഷം നിത്യാനന്ദ പ്രഭു ഇവിടെ നിത്തായി എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. എല്ലാവരുടെയും അത്രയും കണ്ണിലുണ്ണിയായിട്ട് കൃഷ്ണബലരാമൻ വൃന്ദാവനത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ നിത്യാനന്ദ പ്രഭുവിടെ നിത്തായി, കൊച്ചു നിത്തായി കൂട്ടുകാരൊക്കെ ആയിട്ട് ലീലകളെല്ലാം എല്ലാ ലീലകളും കളിച്ച് നടക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം ചെയ്യും. പോയിട്ട് ഓർമ്മ വരും, വൃന്ദാവൻ ലീല ഓർമ്മ വരുമ്പോൾ നേരെ പോയി വെള്ളം മോഷ്ടിക്കും. ഏതെങ്കിലും വീട്ടിലൊക്കെ കയറി വെള്ളം മോഷ്ടിക്കുന്നത് നിത്യാനന്ദ പ്രഭു ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ കൂട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇവരെന്തിച്ച് നാടകങ്ങൾക്ക് ഹരികഥ പറയും. അതേപോലെ ഹരികഥ ഭഗവാന്റെ ലീലകളെല്ലാം തന്നെ നാടകമായിട്ട് അവതരിക്കും. ആ നാടകമായിട്ടൊക്കെ അവതരിക്കുമ്പോൾ ഓരോരോ റോൾസ് അധികം അദ്ദേഹത്തിൻ്റെ തന്നെ റോള്, ലക്ഷ്മണൻ്റെ റോള്, അനന്തശേഷൻ്റെ റോള്, ഇങ്ങനെ റോളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ബലറാമിൻ്റെ റോള് ഇതെല്ലാം ചെയ്യും. അപ്പോൾ ഇതിനിടയിൽ ഒരു ദിവസം രാമായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമായണമാണ് നാടകമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ യുദ്ധകാണ്ഡമാണ്. രാമായണത്തെ യുദ്ധകാണ്ഡത്തിൽ ലക്ഷ്മണൻ എന്ത് ചെയ്യും? ലക്ഷ്മണൻ അവരുടെ ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഭാഗം. അപ്പോൾ അവിടെ ഇന്ദ്രജിത്ത് ഒരു
ഇവിടുത്തേക്ക് ആയുധം ഉപയോഗിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ മോഹനിച്ചപ്പെട്ടു. ആ രംഗത്തുന്നോട് കൂടിയിട്ട് നിത്യാനന്ദ പ്രഭു മോഹനിച്ചപ്പെട്ടു. അപ്പോഴേക്കും വന്നിട്ട് നിത്യാനന്ദ പ്രഭുവിൻ്റെ അമ്മയ്ക്ക് ഒന്ന് വിളിക്കും പ്രസാദം കഴിക്കുന്ന കാര്യം. എല്ലാവരും പോവും, നിത്യാനന്ദ പ്രഭു മാത്രമാണ് കഴിക്കും. എന്നിട്ട് പോയില്ല. പിന്നെ ഒന്ന് തൈക്ക് വെച്ചിട്ട് കുട്ടികളെ നോക്കും. വിളിക്കുമ്പോൾ യാതൊരു അനക്കമില്ല. അത് കുറച്ച് കുട്ടികൾക്ക് പേടിയാണ്. കൂട്ടുകാർക്കെല്ലാം പേടിയിട്ട് അവർ പോയിട്ട് മുതിർന്നവരോട് പറയും. മുതിർന്നവരെല്ലാവരും വരും, ഹടായി കോച്ച് വരും, ഓക്കെ, പത്മാവതി ദേവി വരും, മിഠായിയുടെ അച്ഛനും അമ്മയും വരും. എല്ലാവരും നിൽക്കുമ്പോൾ ജീവന്റെ ഒരു ലക്ഷണവും ഇല്ല ശരീരത്തിൽ, ഒരു ലക്ഷണവും ഇല്ല ജീവൻ. അപ്പോൾ ഇവരെല്ലാം ഭയക്കും. ഭയന്നിട്ട് പിന്നെ എന്താ ഉണ്ടായതെന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ ഹടായി കോച്ച് ചോദിക്കുന്ന സമയത്ത് ഒരു കുട്ടി പറയും, പെട്ടെന്നൊരു കുട്ടികളുണ്ട്, ഹനുമാന്റെ റോള് കളിച്ചിരുന്ന കുട്ടികളുണ്ട്. മിഠായി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ മോഹനസിൽപ്പെട്ട് വിടും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനുമാൻ കളിക്കുന്ന ആൾ ഹനുമാൻ എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് ആ മൃഗസഞ്ജീവി കൊണ്ടുവരണം. അത് കൊണ്ടുവന്ന് എൻ്റെ മുഖം മണപ്പിക്കുമ്പോഴേ എനിക്ക് മോഹമുണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഓടിപ്പോകും. ഈ ഓടിപ്പോകുന്ന വഴിക്ക് ഹനുമാനെ തടഞ്ഞ് അതേപോലെ തന്നെ ഒരു മുതലയും രാവണന്റെ ഒരു ശിങ്കടിയും എല്ലാം ഈ കുട്ടിയെ തടയുന്നുണ്ട്. അവരൊക്കെ മറികടന്നിട്ട് അവരവിടെ പോയി വരും. എന്നിട്ട് ചെറിയൊരു ഇതിനകത്ത് എടുത്തുകൊണ്ട് വരും. ഒരു ചെറിയ കഷ്ണം ഹനുമാൻ കൊണ്ടുവന്ന പോലെ മലയ്ക്ക് പകരം കൊണ്ടുവരും. ഇതിനകത്ത് നിന്ന് വൈദ്യന്റെ റോള് കളിക്കുന്ന ആൾ അവിടുന്ന് നിന്നെടുത്തിട്ട് മൃഗസഞ്ജീവിനി മണപ്പിക്കും. ഇത് മണപ്പിക്കുമ്പോഴാണ് നിത്യാനന്ദ പ്രഭു ചാട്ടി ചെയ്യുന്നത്. അപ്പോൾ അത്രയും ആ ലീല തൻ്റെ തന്നെ ലീലയിൽ അതിൽ മുഴുകി പോകും നിത്യാനന്ദ. അതേപോലെ പലപ്പോഴും ഇത് ചെയ്യുന്ന പല ലീലകളും കാണുമ്പോൾ മുതിർന്നവർക്ക് സംശയം തോന്നിച്ചിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾക്കറിയാം. അവർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ, അവർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അതല്ലെങ്കിൽ അവർ വായിച്ചിട്ടില്ല, ഗ്രന്ഥത്തിലും അവരും വായിച്ചിട്ടില്ലാത്ത എക്സ്ട്രാ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഗുപ്തമായ ലീലകളൊക്കെ ഇവർ അവതരിപ്പിക്കും. അവർ ഇതെല്ലാം എൻ്റെ തന്നെ ലീലകളായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ. അപ്പോൾ പക്ഷെ അവർക്കത് മനസ്സിലാവില്ല. കാരണം യോഗമായ കൊണ്ട് അവരെ മറിച്ചിരിക്കുന്നത്. ഇങ്ങനെ 12 വർഷം കഴിയുമ്പോൾ ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്ന ദിവസം നിത്യാനന്ദ പ്രഭുവിനെ പറ്റി പറയാ എപ്പോഴും കോടി ചന്ദ്ര സുശീലമാണ്. കോടിക്കണക്കിന് ചന്ദ്രന്മാരുടെ അതേ ശീലമാണ്, ഒപ്പം കോടിക്കണക്കിന് സൂര്യന്മാരുടെ തേജസ്. ഇതാണ് നിത്യാനന്ദ പ്രഭു അന്നത്തെ ദിവസം ചൈതന്യ മഹാപ്രഭു അവതരിച്ചപ്പോൾ അവിടെ അവതരിച്ച സമയത്ത് ഇവിടെ നിത്യാനന്ദ പ്രഭു എന്തെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് ഗൗരംഗ എന്ന് ഗർജിക്കുകയുള്ളൂ, സിംഹത്തെ പോലെ. ഇത്രയും ശീതളമായ ഒരു മുഖത്തിൽ നിന്ന് വരുന്ന ശബ്ദം ഗർജനം പോലെ, സിംഹഗർജനം പോലെ അദ്ദേഹം ഷൗട്ട് ചെയ്തുകൊണ്ട് റോർ ചെയ്യുന്നതാണ് ഗൗരംഗ ഗൗരംഗ. ആർക്കും അത് മനസ്സിലായില്ല എന്താണ് ഇതെന്തെങ്കിലും പറയുന്നത്, ആർക്കും പിടികിട്ടിയിട്ടില്ല. ഗൗരംഗൻ എന്നാർക്കറിയാം. അത് കഴിഞ്ഞിട്ട് 12 വയസ്സ് വരെ ഇങ്ങനെ വളരെ സുഖമായിട്ട് ഇരിക്കുകയായിരുന്നു. ഈ ലീലകളെല്ലാമായിട്ട് ഇരിക്കുന്ന സമയത്ത് 12 വർഷം കഴിയുമ്പോഴാണ് സന്യാസി ലക്ഷ്മിപതി തീർത്ഥ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞത്. ലക്ഷ്മിപതി തീർത്ഥ എന്ന സന്യാസി, വളരെ തേജസ്വിയായിട്ടുള്ള സന്യാസി ഇവരുടെ വീട്ടിലേക്ക് വീട്ടിൽ വന്നു. അന്നത്തെ ദിവസം അവിടെ കഴിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് പിതാവായിട്ടുള്ള ഹാടായോജ പത്മാവതി ദേവിയും കൂടിയിട്ടും മാതാവും കൂടി എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥാശ്രമ സന്യാസി സ്വീകരിക്കേണ്ട ആ രീതിയിൽ എല്ലാം വളരെ നല്ല രീതിയിൽ പ്രസാദമൊക്കെ നൽകി ശുശ്രൂഷ ചെയ്ത് അദ്ദേഹത്തിന് ശുശ്രൂഷ അന്നത്തെ ദിവസം അതിഥിയായിട്ട് അവിടെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അന്നത്തെ രാത്രി മുഴുവൻ നിത്യാനന്ദ പ്രഭുവും അച്ഛനും ശ്രീ ഹാടായോജയും അതേപോലെ ഈ സന്യാസിയുമായിട്ട് ഹരികഥ ചർച്ച ചെയ്തുകൊണ്ടേ ഹരികഥ തന്നെ പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് ഇദ്ദേഹം യാത്ര തുടരാൻ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ചോദിച്ചു എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ശാസ്ത്രങ്ങൾ സന്യാസി ചെയ്തത്. ഇദ്ദേഹം പറഞ്ഞു എനിക്കൊരു കാര്യം, എനിക്കൊരു ആവശ്യമുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് പ്രയാസം. കുഴപ്പമില്ല, എന്താണെങ്കിലും ഞാൻ അങ്ങനെ ആഗ്രഹങ്ങൾ പാലിക്കും. പറയും എനിക്ക് വയസ്സായി, ഞാൻ ഭാരതത്തിലെ എല്ലാ പുണ്യ തീർത്ഥങ്ങളും പരിക്രമം ചെയ്യാൻ സഞ്ചരിക്കാൻ ഞാൻ പോവുകയാണ് പര്യടനത്തിലാണ്. അപ്പം എൻ്റെ കുറേ കാര്യങ്ങൾക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം എനിക്ക് യുവാവായിട്ടുള്ള ഊർജ്ജസ്വലായ ഉത്തമനായ ഒരു ബ്രഹ്മചാരി എനിക്ക് സഹായിക്കുക. നിത്ത എല്ലാം കൊണ്ട് യോഗ്യമാണ്. ഇത് കേൾക്കുന്നതും ഹാടായോജയുടെ ഹൃദയം തകരും. അദ്ദേഹം പകുതി പ്രാണൻ അപ്പോഴേ പോയി, അങ്ങനെ അകത്തേക്ക് പോയി പത്മാവതി ദേവി ഇങ്ങനെയാണ് അദ്ദേഹം ആവശ്യം. പത്മാവതി ദേവി പറയും എന്താണോ ശരിയെന്ന് അങ്ങേക്ക് തോന്നുന്നു അതുപോലെ രണ്ടുപേരും ഹൃദയം തകരുന്ന വേദനയിലാണ്. എന്താണോ ചെയ്യേണ്ടത് അങ്ങേ ശരിയെന്ന് അങ്ങനെ ചെയ്യും. ഒരു ആദർശവാനായ ഗൃഹസ്ഥാശ്രമിയുടെ കടമയാണ്, കർത്തവ്യമാണ് എന്ത് ചെയ്യും സന്യാസിയെ സന്തോഷിപ്പിക്കുക, സേവിക്കുക, അതിലൂടെ സമൂഹത്തിന് മുന്നിൽ സേവിക്കുക. ഇങ്ങനെ നിത്യാനന്ദ പ്രഭുവിനെ
അതിന് പ്രാണനായിട്ടുള്ള നിക്കായെ എന്ത് ചെയ്യുന്നു ഇദ്ദേഹം ഈ സന്യാസിയെ ഏൽപ്പിക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു ഇതിങ്ങനെ നോക്കി നിൽക്കും. ഏകദേശത്തിൻ്റെ അവസാനം വരെ വന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു പറയുന്നത്. അങ്ങനെ കണ്ടു നിന്ന് നിത്തായി മറയുന്നതോടുകൂടി എന്ത് ചെയ്യും, അവിടെ അതേ സമയം വീണ് പ്രാപിക്കും അദ്ദേഹം തിരിച്ചു. കാരണം ദശരഥനായിട്ടുള്ള അവരുടെ അതേപോലെ ദശരഥൻ്റെ എന്താണ് സംബന്ധിച്ച് അതേപോലെ നന്ദബാബ ഇതേപോലെയാണ്. പക്ഷെ നന്ദബാബ എന്ത് ചെയ്യാൻ നന്ദബാബയ്ക്ക് മാത്രം പ്രാണം തിരിക്കാൻ പറ്റില്ല. കൃഷ്ണൻ പോയിട്ട് കൃഷ്ണനെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ യശോദമയെ പറഞ്ഞിരിക്കുന്നുണ്ട് കൊണ്ടുവന്നില്ലേ. അവസാനത്തെ പ്രതീക്ഷയായിരുന്നു കൃഷ്ണനെ കൊണ്ടുവരുന്നത്. പക്ഷെ കൊണ്ടുവന്നില്ല എന്നുള്ളപ്പോഴേക്കും ഇതൊരു നിഷ്ഠൂരനാണ്. നിങ്ങൾ എങ്ങനെ ഇപ്പം ജീവിച്ചിരിക്കുന്നത്? കണ്ണനെ പിന്നീട് എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? ദശരഥനെ പോലെ എന്തുകൊണ്ട് ദേഹത്യാഗം ചെയ്തില്ല? അദ്ദേഹം പറയുന്നു, നന്ദബാബ പറയുന്നത് യശോദേ അത് വേണമെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷേ ആരും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ബാബ ഞാൻ തിരിച്ചു വരും. അച്ഛാ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെന്നോട് തിരിച്ചു വരുമ്പോൾ നമ്മൾ കണ്ടിരുന്ന വിഷയം നമ്മൾ ജീവിച്ചു തരുന്നുണ്ട്. എന്താണ് പക്ഷെ എനിക്കിവിടെ ഹഠയോജ ദേവത്യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് പിന്നീട് അത് 20 വർഷത്തോളം പിന്നെ അതിനുശേഷം പര്യടനം നടത്തി ഇങ്ങനെ പോവും. ഇതിലെല്ലാം ഒപ്പം പോയി ഇദ്ദേഹത്തിനൊപ്പം പോയി. ഈ വഴിയിൽ വെച്ചിട്ടാണ് മാധവേന്ദ്രപുരിയൊക്കെ കണ്ടുമുട്ടുന്നത്. മാധവേന്ദ്രപുരിയിൽ നിന്ന് ദീക്ഷയും സ്വീകരിക്കും. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് അദ്ദേഹം ഹരികഥ കേൾക്കും. അതിനുശേഷമാണ് 20 വർഷത്തിന് ശേഷം 32 വയസ്സാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ വന്ന് കണ്ടുമുട്ടുന്നത്. ചൈതന്യ മഹാപ്രഭുവിന് 20 വയസ്സായി ഇവിടെ വന്നിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഇതിൽ ചൈതന്യ മഹാപ്രഭുവാണ് അദ്ദേഹത്തിനോട് എന്ത് ചെയ്യുന്നത്, അത് നിത്യാനന്ദ പ്രഭുവിനോടും ഹരിദാസ് ഠാക്കൂറിനോടും പറയുന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ എന്താണ്, യുഗധർമ്മമായ സങ്കീർത്തനം പ്രചരിപ്പിക്കുക, ഹരിനാമജപം പ്രചരിപ്പിക്കുക, വീട് വീടാനന്തരം പോയി പ്രചരിപ്പിക്കുക. അപ്പോൾ അവിടെ നമ്മൾ സ്വയം ഭഗവാൻ ബൽറാം നിത്യാനന്ദ പ്രഭു ഈ ആദിഗുരു വരുമ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, സന്യാസിയെ സേവിച്ചിട്ടുണ്ട്, ബ്രഹ്മചാരിയായി ഗുരുവിനെ സേവിച്ചിട്ടുണ്ട്, ഗുരുവിൽ നിന്ന് ദീക്ഷ ചെയ്ത് മാധവേന്ദ്രപുരം ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട്, എന്നിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടുകൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് എല്ലാം ചെയ്തുകൊണ്ടാണ്. ഇവർക്കും തരത്തിന് അതിനെ അറിയാം, പക്ഷേ കേട്ടിട്ടുണ്ട്. അതാണ് ശ്രമം ചെയ്യുന്നത്. ഗുരുവിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ചോദിച്ചിട്ട് അതിനുശേഷം എന്നോട് വന്നു ഗുരുവിനെ സേവിച്ച് ഗുരുവിനെ കേട്ടിട്ടാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. ചൈതന്യ മഹാപ്രഭു അവിടെ ആവിർഭവിച്ച സമയത്ത് അറിയുന്ന ആളാണ് എത്തിയത്. പക്ഷേ ഇതെല്ലാം ആ പ്രോസസ്സ് നമുക്ക് കാണിച്ചത്. ശ്രവണം, ഗുരുവിനെ സേവിക്കുക, അതിലൂടെയാണ് വന്നിട്ട് അപ്പോൾ ഭഗവാനെ ലഭിക്കും, ചൈതന്യ മഹാപ്രഭുവിനെ ലഭിക്കും. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു ഇൻസ്ട്രക്ട് ചെയ്തു വീണ്ടും എന്ത് ചെയ്യും, ഹരിനാമം പ്രചരിപ്പിക്കുക, സങ്കീർത്തനം പ്രചരിപ്പിക്കുക. എന്നിട്ട് പോകുന്നത് എങ്ങനെയാണ്, ഹരിദാസ് ഠാക്കൂർ പിന്നെയും ഹരിദാസ് ഠാക്കൂറിന് അത്രയും ഇൻട്രസ്റ്റ് 22 മാർക്കറ്റ് പ്ലേസ് അടിച്ചിട്ടും അദ്ദേഹം ചെയ്യുന്നത് ഹരിനാമം ജപം നിർത്താതിരുന്നതാണ്. പക്ഷേ ഓരോ വീടുകളിൽ ചിലപ്പോൾ ചില സ്വീകരണം ചെയ്തെങ്കിൽ ഹരിനാമം ജപിക്കും, ഇത്രയും പറയുള്ളൂ. പക്ഷേ നിത്യാനന്ദ പ്രഭു എങ്ങനെയുണ്ടെങ്കിൽ വീടിനിട്ട് തട്ടും, പാടുന്നു, ആൾക്കാരും തുണിച്ചാടുണ്ടാവും, നമ്മൾ ഡാൻസ് ഒക്കെ പറയും, ഹരിപോവൽ ഹരിപോവൽ ഓക്കെ ഹരിനാമം ജപിക്കാൻ പറയും. ചിലർ ഓടിക്കണം. അതേപോലെ ചിലർ എന്നുവെച്ചാൽ വാദം കൊടുക്കുമ്പോൾ നേരെ കാല് വീഴും, കാലിങ്ങനെ കെട്ടിപ്പറ്റും ഗ്രഹശാസ്ത്രങ്ങളുടെ. എന്നിട്ട് പറയും അപ്പോഴേക്കും അരി തരാൻ പറയും. ഗ്രഹശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞ ഇന്നത്തെ പോലെയല്ല കാര്യം, ഇന്നത്തെ പോലെ കരിയുടെ ഇത്രയും ഇതായിട്ടില്ല, ഇൻഫ്ലുവൻസ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, നേരെ അരി നൽകാം ഇതൊക്കെ ചെയ്യും. അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എന്താ വേണ്ടത്, നിങ്ങൾ ഹരിനാമം ജപിക്കുക, ഹരിയുടെ നാമം ജപിക്കൂ. അതുപോലെ ചിലവരോട് പറയും ഇത് ഇവിടെ ഈ സുഖമൊന്നുമില്ല, അവിടെ ഒരു കാര്യമില്ല, ഇപ്പോൾ നമ്മളൊക്കെ അവിടെ പെട്ടിയെടുക്കുക, അത് മനസ്സിലാക്കിയിട്ട് ഹരിനാമം ജപിക്കൂ എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും വട്ടാണ്, ഡ്രസ്സാണ്, ഓടിക്കും. ചിലരെന്ത് ചെയ്യും, എന്തെങ്കിലും വിഷയം കൊടുത്ത് ഹരിനാമം വെച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് നിത്യാനന്ദ പ്രഭു. അപ്പോൾ നിത്യാനന്ദ പ്രഭു ജപിച്ചിരിക്കുന്നുണ്ട്, നിത്യാനന്ദ കിടന്നു വീഴുന്നു, അവിടെ നിലത്ത് കിടന്നുള്ളൂ ചിലപ്പോൾ. അപ്പോൾ ദൂതാ സ്റ്റേജിലായിരുന്നു. കാരണം ബലറാമായി വന്നപ്പോഴും ഏട്ടനായി വന്നപ്പോഴും കൃഷ്ണൻ കുറേ ഒപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണനോട് പറഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞാലും കേൾക്കില്ല എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്, ആ സ്ഥലത്ത് ഇവിടെ അവധൂതയായിട്ട്, അവധൂത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോളം ഒന്നും കഴിക്കില്ല, പിന്നെ വിശന്ന ചിലപ്പോൾ കുറേ ഇരുന്ന് കഴിക്കും, പിന്നെ കുറേ ദിവസം കൊണ്ടും കഴിക്കില്ല, ചിലപ്പോൾ ദിവസങ്ങളോളം കുളിക്കില്ല. ഇങ്ങനെ നടക്കും. കൃഷ്ണ 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 ഒറ്റ സ്മരണയിൽ നടക്കും. അതിങ്ങനെ പാടി നടക്കും, എല്ലാവരോടും ജപിക്കാൻ പറയും. ഭയങ്കര നിത്യാനന്ദ. പക്ഷേ രൂപം നിത്യാനന്ദ പ്രഭുവിൻ്റെ
ഒരു പാലിന്റെ കളർ എന്നല്ല, കാച്ചി പാലിന്റെ കളർ, അത്രയും ശുദ്ധമായ പാലിന്റെ കളറിൽ ആ കോടി ചന്ദ്രന്മാരുടെ ശീതള, അത്രയും ശീതളമായ കോടി സൂര്യന്മാരുടെ തേജസ്, ഇങ്ങനെയാണ് വ്യത്യാസം. അപ്പൊ ഈ പ്രഭുവാണ് മണ്ണിൽ കിടന്ന് വീഴുന്നത്. ആരോട് എല്ലാവരോടും പോയിട്ട് ജപിക്കാൻ പറഞ്ഞു. എന്തിനും അതേപോലെ ജഗാമത, ഞാൻ ലീല പറയുന്നില്ല, ജഗാമത ലീല എല്ലാവർക്കും അറിയുന്നതാണ്. ജഗാമത ലീലയിലും ജഗാമതന്മാർക്കാണ് ഇത്രയും മോശപ്പെട്ട ആൾക്കാരാണ്, അതറിഞ്ഞാണ് ഇവരെ തന്നെ അവർ ചെയ്യാത്ത പാപങ്ങളൊന്നുമില്ല. എന്തായിരുന്നു പറഞ്ഞാൽ അതൊക്കെ ചെയ്യും, എന്ത് ചെയ്യണം അതൊന്നും ചെയ്യില്ല. അപ്പൊ അവിടെയും അവർ ഉദ്ധരിക്കാൻ പോകുമ്പോൾ, ഹരിനാമം ജപിക്കാൻ പോകുമ്പോൾ അവർക്ക് മുക്തി നൽകണമെന്ന് പറയുമ്പോൾ നിത്യാനന്ദ ആരോഗ്യം ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇവരെ ഞാൻ കൊണ്ട് ഹരിനാമം ജപിപ്പിച്ചാൽ ഇവരെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷൻ, എൻ്റെ ഭഗവാന്റെ, എൻ്റെ ഗുരുവിന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷൻ അത്രയും ഉണ്ടാവും, നാമം അത്രയും ഇതായിരിക്കും. അതിന് വളരെ പ്രസക്തി, എല്ലാവർക്കും വിശ്വാസവും എല്ലാവരും അത് ചെയ്യാൻ പറയും. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനാണെന്നിന്റെ ആ മിഷൻ സക്സസ്ഫുൾ. അതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, ചൈതന്യ പ്രഭു. ആ സ്പിരിറ്റാണ് എല്ലാ ടീച്ചേഴ്സും എല്ലാവരും ആ പരമ്പരയിലുള്ളവരും ഉൾക്കൊള്ളേണ്ടത്. എനിക്ക് വേണ്ടിയാണ് മിത്തായി ക്രെഡിറ്റ് എടുക്കുന്നില്ല, അവരുടെ ക്രെഡിറ്റ് ആർക്കാണ്? ചൈതന്യ മഹാപ്രഭു. ഇതാണ് ഭഗവാന് വേണ്ടി എന്നുള്ളത്. അത് സർവം കൃഷ്ണാർപ്പണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്, അത് ജീവിച്ച് കാണിച്ചതാണ്. അതേപോലെ അസ്ലാം മതയുടെ 1506 ഓക്കെ, നമ്മുടെ 32 വയസ്സാണ് ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്നത്. അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ഗൗരിദാസ് പണ്ഡിതൻ ഒപ്പമുണ്ടായിരുന്ന ഗൗരിദാസ് പണ്ഡിതന്റെ സഹോദരനായ സൂര്യദാസിന്റെ 2 പുത്രിമാരെ വസുദേവ ജാനവി ദേവി, ജാനവി ദേവി, ഈ 2 പേരെയും വിവാഹം കഴിക്കുന്നത്. വസുദേവനാണ് 2 മക്കളുണ്ടാകും, വീരഭദ്ര ആൻഡ് ഗംഗാദേവി, ഒരു മകളും. പക്ഷെ അത് കഴിഞ്ഞ് വസുദേവ അവര് അദ്ദേഹം രചിക്കും. പിന്നീട് ജാനവി ദേവി തന്നെയാണ് ഇവരെയും എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്, നോക്കി വളർത്തുന്നത് ഇവരാണ്. എന്നിട്ട് പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ജാനവി ദേവി എന്തും ചെയ്തിരുന്നു, നിത്യാനന്ദ പ്രഭുവിന്റെ സങ്കീർത്തനത്തിന് എല്ലാത്തിനും എന്ത് ചെയ്യും, വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു, ഈ പ്രചരിപ്പിക്കാനായിട്ട്. അവസാനം എവിടെ പോയിട്ടുള്ള അദ്ദേഹം അപ്രത്യക്ഷനായിരുന്നു. ശരീരം ശേഷിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എവിടെയാണ്? ബങ്കിയരായ എന്ന് പറയുന്ന ആ ഒരു കൃഷ്ണ വിഗ്രഹത്തിലാണ് ലയിച്ച് ഇവിടെ തന്നെ നവദ്വീപില ഏരിയയിലൂടെ തന്നെയാണ്. അവിടെ പോയി കാണാമെന്നാണ് പറയുന്നത്. ബങ്കിയരായ, ബങ്കിം എന്ന് പറയും, ബങ്കിയരായ എന്ന് പറയും, ബൻകെ ബിഹാരി എന്ന് പറയുന്നത്, ബൻകേരായ എന്ന് പറയുന്നുണ്ട്. ബൻകേരായ എന്നാണ്, ബൻകെ റേ എന്ന് ബംഗാളികൾ പറയുന്നത്, ബൻകെ റേ എന്നുള്ള. അവിടെ ആ വിഗ്രഹത്തിലേക്കാണ് നിത്യാനന്ദ പ്രഭു അതിന് ചേർന്ന് അതിലേക്ക് കയറി പോയി കഴിഞ്ഞ് അപ്രതീക്ഷിതമായത്. ഇനി ഇതില് അപ്പൊ നരോത്തമ സ്തോത്രം നമ്മളോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം, രാധാകൃഷ്ണ ലീലകളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള എൻട്രി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, നിത്തായുടെ കാലുകൾ പാദങ്ങൾ മുറുകെ പിടിച്ചോളാൻ. ഇല്ലാതെ രാധാറാണിന്റെ സൈന്യം കിട്ടും. നമ്മളുടെ പരമസാധ്യത ഗൗഡികൃഷ്ണനുണ്ട്, പരമസാധ്യം, പരമലക്ഷ്യം രാധാദാസ്. ആ രാധാദാസ്യം കിട്ടണമെങ്കിൽ രാധാറാണി തന്റെ സർവീസിൽ എടുക്കണമെങ്കിൽ എന്ത് വേണം, നിത്യാനന്ദ അവരെ മാത്രമേ എടുക്കുകയുള്ളൂ. അതേപോലെ 2 ചെറിയ കുഞ്ഞു ലീലകളുണ്ട്. ശ്രീവാസ ഠാക്കൂറിന്റെ വീട്ടില് ഇദ്ദേഹം നിത്യാനന്ദ പ്രഭു വിരിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്നി മാലിനി ദേവി കൃഷ്ണനെ കീറി വെക്കാനായിട്ട് അവർക്ക് പ്രത്യേക കട്ടവരുണ്ട്, ഒരു പാത്രമുണ്ട്. അതിങ്ങനെ അവിടെ ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് കട്ടവർ അത് കൊടുക്കേണ്ട സമയത്ത് തുടങ്ങി, ഭഗവാന് ഓഫർ ഉണ്ട്, നിവേദിക്കേണ്ട സമയത്ത്. അപ്പൊ കൃഷ്ണന് പായസം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പാത്രമാണ്. അതൊരു കാക്കോന്ന് കൊടുത്തുകൊണ്ടാകും. ഇത് കണ്ടിട്ട് ഈ മാലിനി ദേവിക്ക് ആകെ വശം. കാരണം കൃഷ്ണന് വേണ്ടിയിട്ടുള്ള നമുക്കറിയാം, നമ്മൾ ഭഗവാനെ സേവിക്കുന്ന എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഭയങ്കര വിഷമം. അപ്പൊ ഇവരിങ്ങനെ വേദനിച്ചിരിക്കുന്ന അപ്പൊ അത് ഞാൻ കാക്ക തിരിച്ചു വരികയും ചെയ്യും, എവിടെ കൊണ്ടുവച്ചിട്ട് മരത്തിൽ കൊണ്ടുവച്ച് തിരിച്ചു വരും. അപ്പൊ നിത്യാനന്ദ പ്രഭു എന്താ മനസ്സിലാവും, നിത്യാനന്ദ പ്രഭു ഈ കാക്കയോട് ഓർഡർ ചെയ്യും. ഇവരും പിന്നീട് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവധൂതയാണല്ലോ, പോയക്കിനി നിത്യാനന്ദ പ്രഭു കാക്കയോട് ഇൻസ്ട്രക്ട് ചെയ്യും, ഓർഡർ ചെയ്യും, പോയി ആ പാത്രം എടുത്തുകൊണ്ട് വരാൻ പറയും. മാതാജിക്ക് അത് കൊടുക്കാനുള്ളതാണ്, കൃഷ്ണനെ നിവേദിക്കാനുള്ളതാണ്. മാതാജിക്ക് വേണം. കാക്ക പോകും. ഇവരത് കാര്യമായിട്ടിരിക്കില്ല, കുറച്ചേ വേണം കാക്ക പാത്രം എടുക്കും, ഇവിടെ കൊണ്ടുവച്ച് കൊടുത്തിട്ട്. ഇത് കാണുന്നതോട് കൂടിയിട്ട് മാലിനി ദേവി അവിടെ പോകുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാവും നിത്യാനന്ദ പ്രഭു ചിലർക്കാനുള്ളതാണ്, അവരെന്ന് ആലോചിക്കപ്പെടും. അതേപോലെ ഒരു തവണ
ഇതേമാതിരി നിത്യാനന്ദ പ്രഭുവിനെ ബാക്കി ഡിവോട്ടീസ് ഭക്തന്മാർ വന്നിട്ട് അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്യുന്നത് അപ്പോഴേക്കും നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു ഗ്ലോറി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങും. അഭിഷേകം ചെയ്യുമ്പോൾ അതിനകത്ത് അപ്പോൾ ഇദ്ദേഹം നേരെ പറയും, എനിക്ക് എന്ത് വേണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കദംബ പുഷ്പങ്ങൾ വേണം, അതുകൊണ്ടൊരു മാല വേണം. എനിക്ക് കദംബ പുഷ്പങ്ങൾ ഇഷ്ടമാണെന്നുള്ളത് അത് കൃഷ്ണൻ ഓർമ്മ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പുഷ്പങ്ങളെ കൊണ്ടൊരു മാല വേണം. ഇതാരോടെ പറയുന്നത്? രാഘവ പണ്ഡിതനോട്. അപ്പോൾ രാഘവ പണ്ഡിതൻ പറയും, ഈ സമയത്ത് എവിടുന്ന കിടന്നു? ഇപ്പം അത് പൂക്കുന്ന സീസണല്ല, ഇതിപ്പോൾ പൂക്കില്ല, ഈ കദംബ പുഷ്പമൊക്കെ വരില്ല എന്ന് ചോദിച്ചാൽ വീട്ടിൽ പോയി നോക്കി അവിടെ ഉണ്ടാവുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കാണാം അവിടെ നാരങ്ങയുടെ ഒരു മരം ഉണ്ടായിരുന്നു. നാരങ്ങ നീമ്പു വൃക്ഷത്തിന്റെ മുകളിൽ കദംബം പൂത്തി നിൽക്കും. ഇത് കണ്ടിട്ട് അദ്ദേഹം സംശയം എല്ലാം കളിച്ച് മാലയൊക്കെ കൊണ്ടുപോയിട്ട് നിൽക്കാണ്ട് കൊടുക്കും. ഈ രണ്ട് അദ്ദേഹത്തിനുണ്ട്. അതേപോലെ ഈ നേരത്തെ പറഞ്ഞല്ലോ ദീർഘാനന്ദ പറഞ്ഞ സ്ഥലത്തിലാണ് നമുക്ക് സമയം നിൽക്കാൻ ചോദിച്ചു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുപോലെ അവസരം നമുക്ക് എന്തെങ്കിലും പറഞ്ഞു പോകും. നിത്യാനന്ദ പ്രഭു ഞാൻ പറഞ്ഞു നേരത്തെ ഈ ലക്ഷ്മണനായിട്ട് മോഹനിച്ചപ്പെട്ട് വീണെന്നൊക്കെ നിങ്ങളെ കയ്യിലൊക്കെ ഈ നാടകങ്ങളെല്ലാം കളിച്ചിരുന്ന ഒരു മരമുണ്ട്, ബഗുലവൃക്ഷം. കേട്ടിട്ടുണ്ട്. അത് ഏകചക്രത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ ബഗുൽ തലം എന്നാണ് ഇപ്പൊ സ്ഥലം അറിയപ്പെടുന്നത്. ബഗുൽ തല. ആ ബഗുൽ തലയില് ഈ ബഗുൽ വൃക്ഷത്തിന്റെ അടിയിലാണ് കുറെ ഇങ്ങനത്തെ നാടകങ്ങൾ നിത്തായി കൊച്ചു നിത്തായും കൂട്ടുകാരും കൂടി കളിച്ചത്. ഈ ലീലകളെല്ലാം അവിടെയാണ് ചെയ്തത്. ആ ബഗുൽ വൃക്ഷം ഇപ്പോഴും അവിടെയാണ്. ഇപ്പോഴും തോന്നുന്നതാണ്. ആ ബഗുൽ വൃക്ഷത്തിന്റെ അടിയിലുള്ള പൊടി എന്ന് പറയുന്നത് നിത്തായുടെ ആ ബഗുൽ തലത്തിലെ മൊത്തം പൊടി നിത്തായി കിടന്ന് ഉരുളയും ചാടിയും നിറയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ പാദകന്ധങ്ങൾ തൊട്ടുള്ള ധൂളാണ്, ആ പൊടിയാണ് അവിടെ ഉള്ളത്. അവിടെ പോയി കിടന്ന് ഉരുളാൻ പറ്റുകയാണെങ്കിൽ അതിലും വലിയ ഭാഗ്യം നിങ്ങൾക്ക് ഈ ജന്മം എടുക്കാൻ. ഏകചക്രയിൽ ബഗുൽത്തലയിൽ പോകണം. മാത്രമല്ല അവിടെ വേറെ ഒരു സാധനമുണ്ട്. അവിടെ ഒരു ആൽമരവും ബനിയൻ ട്രീയും ഒരു പാം ട്രീയും പനയും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു. അവിടെ അതിനടുത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് ബഗുൽത്തലയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രണ്ടും കൂടി ഒന്നായിട്ട് നിൽക്കുന്നു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണന്റെ ബലരാമന്റെ ആലിംഗനത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അത് കാണിക്കുന്നത് ഇതോ ഇതെല്ലാം എല്ലാവരും പറഞ്ഞു. ജയമസമരത്ത് എത്രയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവര് പറഞ്ഞ കഥകളെ പ്രഭു ക്ലാസ് കേട്ടിട്ടാണ്. ഇസ്കോളിന്റെ പുറത്തേക്കുള്ള ഒരു ഇല്ല. ഭാര്യവശത്ത് മാത്രമേ നമ്മൾ അത് ജയപ്രസംഗ ആർച്ചേഴ്സിന് വായിക്കാൻ കിട്ടുന്നുണ്ട് ഈ കാര്യങ്ങളല്ല. അതില് മാത്രമല്ല അവിടെ വേറെ ഒന്നുണ്ട്. ഈ ബഗുൽ വൃക്ഷത്തിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറഞ്ഞു നിത്യാനന്ദ പ്രഭുവിന്റെ കൃപ. അതായത് നേരത്തെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് നമ്മൾ കോസ്റ്റ്ലെസ് മാച്ച് ചെയ്തിട്ടില്ല. കൃഷ്ണന്റെ ഹൈന്ദവ കാര്യത്തിൽ ലിമിറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ് നരത്തോദാസ് ഠാക്കൂർ പറയുന്നു, വൃന്ദാവൻദാസ് ഠാക്കൂർ പറയുന്നു, അത് നിത്യാനന്ദ പ്രഭു. ഞാൻ അതിനെപ്പറ്റി പോകാനില്ല. രാമൻ നമുക്ക് എന്ത് ചെയ്യും? രാമൻ എല്ലാവരും ഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കും. രാമൻ പറയുന്ന എല്ലാ ഭയങ്ങളിൽ നിന്നും ഭക്തനെ മോചിപ്പിക്കുന്നതാണ് രാമൻ, അല്ലേ? ഫിയർലെസ് ആക്കും തന്നെ ഡിവോട്ടീസിനെ. കൃഷ്ണനോ പ്രയോഗമില്ല, ഒരിക്കലും തരില്ല. കൃഷ്ണ അർജുനോട് പറയുന്നുണ്ട്, എല്ലാ പാപങ്ങളും സിൻലെസ് ആക്കുന്നില്ല, പാപമില്ലാതെ മോക്ഷത്തിന് അത്രേ ഉള്ളൂ. ഓക്കെ, അതിന് ഒരു കാര്യം കൂടെ അയച്ചിട്ടുണ്ട്. അത് എപ്പോഴും പറഞ്ഞാലും ദാമോദരനില്ല. ദാമോദരനില്ല രണ്ട് മരങ്ങൾ അവരവിടെ നിന്ന് ഒത്തിരി കാലം കൃഷ്ണന്റെ കുറച്ച് കാര്യങ്ങളെ ലീലകളൊക്കെ കാണാൻ പറ്റി. കൃഷ്ണന്റെ സ്പർശവും കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? മോക്ഷം കിട്ടി അവർ പോയി, അല്ലേ? നിത്യാനന്ദ പ്രഭുവിന്റെ ഈ ഇത് കിട്ടിയ ഇത്രയും ലീലകളെല്ലാം സ്പർശനം അതെല്ലാം കിട്ടിയ ഗന്ധം എല്ലാം കിട്ടിയ ഈ ബഗുൽ വൃക്ഷം എന്താ മോക്ഷം മേടിച്ച് പോകുന്നത്? പ്രേമം കിട്ടിയ എന്തിനാ ഇപ്പോഴും അവിടെ നിൽക്കും? 2009 വർഷം
ഭക്തന്മാരുടെ ആ പാദധൂളിയായിരുന്നു. ആ ഭഗവൃക്ഷത്തിനെ നിത്യാനന്ദ പ്രഭു സ്പർശിച്ച ആ ഭഗവൃക്ഷത്തിൽ നമുക്ക് സ്പർശിക്കാൻ പാടില്ല. ഇതാണ് ഡിവൈസ്. അതാണ് ഗൗഡീയ പരമ്പരയിലുള്ള നമ്മൾ പറയും നിത്തായ് പരിവാർ ഗൗഡീയ വൈഷ്ണവ നിത്തായ് പരിവാർ നിത്തായ് പരമ്പര എന്നുള്ളത് ആ പരമ്പരയുടെ പ്രത്യേകത. നമ്മൾ ആചാര്യന്മാരെല്ലാം അവർക്കൊരു ആവശ്യമുണ്ടായിട്ടുള്ള പ്രബോധനം എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടുള്ള അമേരിക്കയിൽ പോയിരുന്നു. അതിന് എന്തെങ്കിലും ആവശ്യമുണ്ട് വീണ്ടും കൂടെ വന്നിട്ട് ഈ പറഞ്ഞ ഒരുപാട് ആളുകളെ കർമ്മം എടുക്കാനായിട്ട് സ്വയം ദേഹം വിടുന്നതിന് മുമ്പ് ഈ ലോകത്തുനിന്ന് പോകുന്നതിന് മുന്നേ തന്നെ മൂർത്തി ഉണ്ടാക്കി പൂജിച്ചോളാൻ സംഭവിച്ചത്. അറിയാതെ മനുഷ്യരുടെ മുഴുവൻ കർമ്മം എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചെയ്യുന്നത്. എത്രയോ മഹാരാജന്മാരെ ദീക്ഷ കൊടുത്തിട്ട് മേഴ്സി കൊടുക്കുമ്പോൾ കർമ്മം എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതാണ് ആ പരമ്പരയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ആ ബഗുലവൃക്ഷത്തെ ആലോചിച്ച് നോക്കിയാൽ എത്ര ധന്യമാണ് ബഗുലവൃക്ഷം. ആ ബഗുലവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ആർക്കും അറിയാത്ത, അവിടെ ആർക്കറിയാത്ത പണ്ഡിതന്മാർക്കടുത്ത് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണാത്ത ഭഗവാന്റെ ഗുപ്തലീലകളെല്ലാം ഭഗവാൻ നിത്യാനന്ദ പ്രഭുവിടെ നാടകമായിട്ട് കുട്ടികളൊപ്പം കളിച്ചത്. നിത്യാനന്ദ പ്രഭു കണ്ട് ഉരുണ്ട മണ്ണാണ്, പാദങ്ങൾ കൊണ്ട മണ്ണാണ്. മാത്രമല്ല നിത്യാനന്ദ പ്രഭുവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വയം അനന്തനാണല്ലോ. ഈ ബഗുലവൃക്ഷം എന്ത് ചെയ്യും? അനന്തശേഷനെ പോലെ അതിൻ്റെ ശിഖരങ്ങളും ഇലകളും എല്ലാം ഈ അനന്തന്റെ ഫലങ്ങൾ പോലെ എന്ത് ചെയ്യും? ഭഗവാനെ വെയിലിൽ നിന്നും മഴയിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നത്. അങ്ങനെ കൊടയിൽ നിന്നിട്ടുള്ള ബഗുലവൃക്ഷം. ആ ബഗുലവൃക്ഷം അതുകൊണ്ടാണ് പോവാത്തത്. അതിന് നിത്തായുടെ പ്രേമം അറിയിക്കുക. അപ്പൊ എത്രയും ആളുകൾക്ക് പ്രേമം നൽകാം എന്നുള്ളത്. കാരണം എനിക്ക് മോക്ഷം കിട്ടി പോകാം, ഞാൻ ശരിക്കും പോകാൻ പോകുന്നില്ല. ഏത് നരകത്തിലേക്ക് പറയുമ്പോൾ അത് പോകുന്നില്ല. വീണ്ടും കൂടുതൽ ആളുകളെ കൊണ്ട് നാമം ചൊല്ലിപ്പിക്കുക, നാമം കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ് ആ പരമ്പര വരുന്ന ഓരോ ഗുരുവിനും നമുക്കത് കാണാൻ കഴിയുന്നത്. ഈ സ്വർണ്ണ ജയപ്രതാകസ്വാമി ഗുരുമഹാരാജിന്റെ പൂർവാശ്രമത്തിന്റെ പേരെന്താണ്? ഗോർഡൻ അല്ലേ? ഗോർഡൻ ജോൺ പ്രബോധനോട് പ്രശാന്തമെന്ന് പറഞ്ഞത് അതൊരു പേരെന്താണ്? ഗോർഡൻ ജോൺ എന്ന് പറയുന്നത്. പ്രഭാത് പറയുന്നുണ്ട്, അറിയാമല്ലോ, യു ആർ നോട്ട് ഗോർഡൻ ജോൺ, യു ആർ ഗൗർധൻ ജൻ. ഗൗർധൻ അവരുടെ പേര് ഇങ്ങനെ വന്നതാണ്. അപ്പൊ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്ങനെയാണോ ചൈതന്യമാർഗം വന്നപ്പോൾ പാർഷലം 5 പേര് പഞ്ചരത്വമായിട്ട് വന്നത്. ബാക്കി അസോസിയേറ്റ്സ് ആ ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിക്കുന്നത്. അബ്രഹാം ദാസ്, എത്ര രാമാനന്ദരായ എല്ലാ വൈഷ്ണവരും ആ ഒരു സമയത്ത് എങ്ങനെയാണ് പ്രഭു ചൈതന്യമാർഗം മിഷൻ അസിസ്റ്റ് ചെയ്യാനുള്ളത്. എല്ലാം പല ഭാരതത്തിന്റെ പല ദിക്കിലാണ്. അന്ന് ചൈതന്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സേനാപതി ഭക്തൻ. ആ സേനാപതി ഭക്തൻ ശ്രീല പ്രഭാതം വന്നപ്പോൾ എല്ലാവരും ലോകത്തിന്റെ പല ഭാഗത്ത് ജനിച്ചത്. അതുകൊണ്ട് പല ചിലർ ചോദിക്കാൻ അവർക്ക് പിന്നെ ചൈതന്യ മാത്രം തെക്കപ്പെടില്ല ഭാരതത്തിലെ ഇവരെങ്ങനെ ഈ ഇസ്കോണുള്ള പ്രഭാതത്തിന് കുറെ ഡിസ്റ്റൻസിൽ അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയ ആഫ്രിക്കയിൽ നിന്നൊക്കെ എന്താ ഭാരതത്തിൽ നിന്ന് ആവാതെ ഇവിടെ എല്ലാവരും കൂടി അവതരിച്ചിരുന്നെങ്കിൽ ഇവരെ എല്ലാം കൊണ്ടത് ഇവരെല്ലാം അവിടെ പോയി വിളിച്ചായിരുന്നു. അവിടെ അവരവിടെ വന്നു അല്ലെ, അവരാദ്യം എന്നിട്ട് ഇവിടെ വരുന്നു, അവരവിടെയും പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭാഗത്തു നിന്നും ചൈതന്യ അസോസിയേറ്റ് അവതരിച്ചതാണ്. അതുകൊണ്ടാണ് ജയപ്രസ്വാമിരാജ് എതിരായിട്ട് ചിലപ്പോൾ ശ്രീപ്രഭാത് ആദ്യം പറയുന്നത് യു ആർ നോട്ട് ഗോർഡൻ ജോൺ. ആ പേര് പോലെ എത്ര സാമ്യമായിട്ട് അവന്ന് പാടിക്കുന്നത്. ഒരു ഭഗവാന്റെ പ്ലാനിങ് ഗൗർധൻ ജൻ, ഗൗരധനം, ആ പ്രേമം ഗൗരാംഗന്റെ ധനം അല്ലെ, ഗൗർധൻ ജൻ, അതുപോലെ തന്നെയാണ്. ഇത് അസോസിയേറ്റ്, എറ്റേണൽ അസോസിയേറ്റ് ഓഫ് ചൈതന്യ മഹാപ്രഭുവാണ്. ഗൗരംഗന്റെ അന്തരംഗ ഭക്തനാണ്. അപ്പോഴാണ് ഒരു പ്രഭാതം നിങ്ങൾ പറയുന്നത് in future you will live in Mayapur, you will make 50,000 disciples, you will speak Bengali, you will preach in Bengali. Bengali preaching എന്ന് പറഞ്ഞാൽ preach ചെയ്യുന്നില്ല. in America ഇവിടെ വന്ന് ബംഗാളിയിൽ preach ചെയ്യുന്നു. ബംഗാളിയിൽ preach ചെയ്യുന്നു. 50,000 കൂടുതൽ 2020 തന്നെ 50,000 ക്ലോസ് ചെയ്തു. 2020 50,000 പറഞ്ഞ ഫിഗർ ക്ലോസ് ചെയ്തു. സാമ്രാജ്യം ഡിസൈബിൾസിന്റെ പലരും വിചാരിക്കും എന്താണ് ഒരുപാട് ദീക്ഷ കൊടുത്തുകൊണ്ടാണോ മഹാരാജിന് സഫറിങ് വരുന്നത്. ഗൗരാംഗന്റെ അന്തരംഗ ഭക്തങ്ങൾ അങ്ങനെ പല രീതികളും നിങ്ങൾക്കാണ് തോന്നുന്നത് അവർക്ക് ഇതിന്റെ സഫറിങ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കാണ് തോന്നുന്നത് ഇറ്റ് ക്യാൻ ബി എ മോട്ടിവേഷൻ ടു. അതേപോലെ കൈപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ സർവീസ് കിട്ടിയുള്ള ഒരാളിനോട് പറഞ്ഞാണ്, അദ്ദേഹത്തിന് കേട്ടതാണ്. ഇടയ്ക്ക് ഒരു തവണ കിട്ടിയ സർവീസ് രാത്രി ഉറങ്ങുന്ന സമയത്ത് ചാൻഡിങ് ട്രാക്ക് ചെയ്യാൻ. രാത്രി എത്ര ചാൻഡ് ചെയ്യുന്നത് ട്രാക്ക് ചെയ്യാനുള്ളത്. രാത്രി 2020 താമസിക്കുന്ന സമയത്ത് അവിടെ ഉറങ്ങുന്ന സമയത്ത് അവിടെ കെട്ടിയ ഒരു പയ്യൻ ഉണ്ടാവും നിഖിൽ പോലെ. ആ പയ്യനെ കെട്ടി സർവീസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാൻ ഇത് എത്ര മഹാരാജ് രാത്രി ചാൻഡ് ചെയ്യുന്നത്. മഹാരാജ് പറഞ്ഞു ഇത് അപ്പോൾ ഇന്ന് എൻ്റെ ചാൻഡിങ് ട്രാക്ക്. അപ്പോൾ രാത്രി അന്ന് മഹാരാജ് ചാൻഡ് ചെയ്യുന്ന മഹാരാജിന് അറിയാം. ഉറക്കത്തിൽ കിടന്ന് ചാൻഡ് ചെയ്യാം.
ഇവര് ഞങ്ങൾ പറയുന്ന കുറച്ച് പേരോട് ഒരു പ്യുവർ ഡിവോട്ടിയും നമ്മുടെ തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. സാധാരണ നിയോഫൈറ്റ് ഡിവോട്ടിയും പ്യുവർ ഡിവോട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഉറങ്ങും, അവർ ഉറങ്ങുമ്പോൾ സ്റ്റാൻഡ് ചെയ്യും. ഓക്കെ. രണ്ടാമത്തെ ഡിഫറൻസ് ആണ് പ്രസാദവുമായി ബന്ധപ്പെട്ടത്. പ്രസാദം കാണുമ്പോൾ നമുക്ക് വായിൽ വെള്ളം വരും, പ്യുവർ ഡിവോട്ടിക്ക് കണ്ണിൽ വെള്ളം വരും. ഇത് മുഴുവൻ കിട്ടുന്നത് എന്തുകൊണ്ടെങ്കിൽ ഗൗരവന്റെ ഹിസോളസ് ഏറ്റവും പ്രിയപ്പെട്ട ശിക്ഷകർ ഹിസോളസ് രാധാസ്വാമി എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഈ ഗൗരവപ്രേമം കിട്ടണമെങ്കിൽ ലിസൺ ടു ജയപ്രസാദ് രാജരാജനുള്ള ഗൗര കഥ അദ്ദേഹം പറയും. അത് കേട്ടിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഗൗരവപ്രേമം കിട്ടിയാണ് രാധാസ്വാമിയെ സുഖം. അപ്പോൾ ഗൗരകഥ പറയുന്നതാണ് ഞങ്ങൾ ഇരുന്ന് കേട്ടെങ്കിൽ ആ നെക്സ്റ്റ് ഇയർ ഞങ്ങൾ ഇങ്ങനെ റിലീഷ് ചെയ്യാറ് ഗൗരവപ്രേമങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് രാധാസ്വാമിയിൽ പോയി. അല്ല, അവരെല്ലാം ആളുകൾ കേട്ടത് ഗൗരവക്കഥ ഏറ്റവും കൂടുതൽ കേട്ടുന്നത് ഇദ്ദേഹത്തിൽ നിന്നായിരുന്നു. അതുകൊണ്ടാണ് ഗൗരവങ്ങൾ മുഖ്യനെ എഴുതിയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഇതിൽ ലക്ഷ്യത്തിൽ രാധാസ്വാമികളൊക്കെ എഴുതിയിട്ടുണ്ട് ഈ കാര്യം അബ്ദുസ്വാമിയിലേക്ക്. ഇതാണ് നമ്മളുടെ പരമ്പര എന്ന് പറയുന്നത്. ഇതാണ് സേനാപതി ഭക്തനോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഗൗഡിയ വൈഷ്ണവ, ഞാൻ പറഞ്ഞത് ഗൗഡിയ വൈഷ്ണവ അതിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ലീലകളുണ്ട്. ഇത് ഈ ഹരിനാമ സങ്കീർത്തനമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത്. അതല്ല ഇവിടെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. സങ്കീർത്തനം ചെയ്യാൻ ആ സ്പിരിറ്റ് അതായിരിക്കണം നമുക്ക്. ജഗസാക്ഷിദാസ് അടുത്തൊരു ലെക്ചറിൽ പറഞ്ഞിരുന്നു. അപ്പം നമ്മളിത് കേട്ടിട്ടുണ്ടെങ്കിൽ നിത്യാനന്ദ പ്രഭുവിനെ പോലെ നമ്മളിപ്പോൾ ഇന്ന് പോയിട്ട് ഉരുളാനും കാലം ഒഴിച്ചാലൊക്കെ ആൾക്കാർ ഒഴിക്കലുള്ളവരോട് നമ്മളെ ജപിക്കാൻ പറഞ്ഞ് സ്വീകരിക്കും പറയുന്നത് ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടോളും. നിങ്ങൾ എന്ത് ചെയ്യണ്ട ബാക്കി പ്രാക്ടീസിലേക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഈ രീതിയിൽ പറയണമെന്നൊന്നുമില്ല. നിത്യാനന്ദ പ്രഭു പറഞ്ഞ പോലെ ആയിക്കോട്ടെ നമ്മൾ പറയുമ്പോൾ പക്ഷെ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളുക എന്നുള്ളത് ഇത്രയും എന്താണ് നമ്മോടുള്ള ഒരു അതെ ഭഗവാനോട് കൂടിയിരിക്കുന്ന സമയം. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെല്ലാം ഭഗവാൻ എപ്പോഴും എല്ലാ അവതാരങ്ങളിലും ഒരു വിപ്രലംബ ഭാവനയുണ്ട്. അതായത് പറഞ്ഞത് അച്ഛനമ്മയും വിട്ടു പോകുന്നത് അവർക്ക് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഭഗവാൻ ചെയ്യുന്നത് നമ്മളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാൻ മാത്രമേ നമുക്കിത് ചെയ്താൽ ഭഗവാൻ അറിയാം നമ്മൾ ആരും ചെയ്യാൻ പോകുന്നില്ല എത്ര ശാസ്ത്രം പറഞ്ഞാലും. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഭക്തനായി വന്ന് ഭഗവാൻ തന്നെ നാമം തരുന്നു. അതിൽ തന്നെ പറഞ്ഞ് ഇദ്ദേഹം അവർക്ക് എന്തില്ല ഒരു അപരാധവും കാണുന്നില്ല, അവരാരും ഒരു അപരാധവും കാണുന്നില്ല. എത്ര ചെയ്യുന്ന അത്രയും നല്ലത്. അതുകൊണ്ട് പറഞ്ഞ് എന്ത് ചെയ്യണം, ഗൗരാംഗനെ ഭജിക്കണം. നമ്മൾ നാമം ജപിക്കുമ്പോഴും നാമത്തിൽ അപരാധങ്ങൾ വരാം, നാമാഭാസം സംഭവിക്കാം, നാമ അപരാധം സംഭവിക്കാം, ഒക്കെ സംഭവിക്കാം. അപ്പോഴും നമ്മളുടെ ലക്ഷ്യം അതാണ് ജപിക്കുമ്പോൾ എപ്പോഴും ശരീരത്തിൽ പഞ്ചതത്വം ഹരികൃഷ്ണമന്ത്രം ജപിക്കുമ്പോൾ പോലും പഞ്ചതത്വ മന്ത്രം ഒപ്പം ജപിക്കണം. അതേപോലെ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ മംഗളാചരണം ചെയ്യുക. ഓരോ കാര്യം ചെയ്യുമ്പോൾ മംഗളാചരണം ചെയ്തു തുടങ്ങാൻ ഹരിയെ ഗുരുവിനെ വൈഷ്ണവരെ സ്മരിച്ചിട്ട് ചെയ്യണം. ഗൗരാംഗിനെയും വിട്ട് നിന്ന് ആരും നിത്യാനന്ദനോട് പ്രചരിപ്പിക്കാൻ പോകും എപ്പോഴുമില്ല. കാരണം നിത്യാനന്ദനോട് കൂടെ ചെറിയമാരോട് കൂടെ ഇരിക്കാൻ പറ്റില്ല, പോകണം. ഇങ്ങോട്ട് കൊല്ലത്തിലൊരിക്കലും ഇങ്ങോട്ട് ഒരു പുരിയിലേക്ക് വരുള്ളൂ. അവർ അങ്ങോട്ട് പോകും, അവിടെ എല്ലാം പ്രചരിപ്പിക്കും. ബംഗാളിലെ പുരിയിലെല്ലാം വീടുകളാണ് കയറി ഹരിനാമം ജപിക്കാൻ പറയും. എല്ലാവരും പ്രചരിപ്പിച്ച് തിരിച്ചു വീണ്ടും വരികയാണ് ചെയ്തത്. ഇനിയാണ് നിത്യാനന്ദ പ്രഭു എന്നത്. ഈ അവധൂത സ്റ്റേജിൽ വിട്ടതിന് ശേഷമാണ് അദ്ദേഹം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചത്. അവതാര സ്റ്റേജിൽ വിട്ടോളാൻ ചൈതന്യമാപ്രഭുവിനെ ഗൃഹസ്ഥാശ്രമമായിട്ട് ഇരിക്കാൻ പറയുന്നത്. അപ്പോഴേ പ്രേക്ഷിക്കുന്ന ഈ കഴിവുള്ള ആൾക്കാരെ എടുക്കുള്ളൂ, അവധൂതരെ എടുക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിത്യാനന്ദ പ്രഭുവിനെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരാംഗം. ഗൗരാംഗം പറഞ്ഞു എന്ത് കൃഷ്ണനാമം ജപിക്കാനായിട്ട് പോയി പറയാം. നിത്യാനന്ദ പ്രഭു എന്തുകൂടെ പറയുന്നത് ഭജ ഗൗരാംഗം, ഭജ ഗൗരാംഗോ ജയ ജയ ഗൗരാംഗ ഗൗരാംഗനെ ഭജിക്കുക, ഗൗരകഥ പറയുക. ആരൊക്കെ ഏതെല്ലാം ആളുകൾ ഗൗരാംഗനെ കുറിച്ച് ഭജിക്കുന്നു, ഗൗരാംഗന്റെ കാര്യങ്ങൾ പറയുന്നുവോ അവരെല്ലാം എൻ്റെ പ്രാണനാണ്, നിത്തായിയുടെ പ്രാണനാണ് പറയും. നിത്തായിയുടെ പ്രാണനായി കഴിഞ്ഞാൽ 10 വർഷം. അതിൻ്റെ ഏറ്റവും ആ പ്രേമത്തിന് ഏറ്റവും സേനാപതി ഭക്ഷണ ശ്രീല പ്രവാദരുടെ മൂവ്മെന്റിലാണ് നമ്മൾ ഇരിക്കുന്നത്.
ശിലപ്രഭാതാണ് നമുക്ക് എംപവേർഡ് ആയിട്ട് 16 മാല ജനിക്കുന്നത്. അതിന് തൊട്ട് മുന്നേ എത്ര മാലയാണ്? 8 മണിക്കൂർ 64 മാലയാണ് ജപത്തിന് ദീക്ഷിക്കുള്ള യോഗ്യത. പ്രബോധനം തന്നത് ചിലരൊക്കെ വിമർശിച്ചു. അപ്പൊ പറഞ്ഞത് ഐ നോ ദ ബാക്ക് ഡോർ ഓഫ് വൃന്ദാവൻ ഗോലകുണ്ടാണ്, ഞാൻ അതിലേക്ക് കൊണ്ടുപോയിക്കോളാം. ഞാൻ ബാക്ക് ഡോറിലൂടെ കൊണ്ടുവെക്കളാം. നമുക്ക് എവിടെ കാണുന്നുണ്ട്? അത് മതി. ശ്രുതി തെറ്റി പറഞ്ഞു ഹരേ കൃഷ്ണ. അത് ഹൈപ്പിച്ചിലടിച്ചു.